ഇതെന്താ ഡ്യൂട്ടി ഇല്ലേ? നൈറ്റാന്ന് പറഞ്ഞ് പോയതാണല്ലോ. നാളെ എടുത്താ പോലെ ഞാൻ പറഞ്ഞു തരണ്ടേ, നമ്മൾ പറയുന്നതല്ലല്ലോ തരുന്നത്. വേറെ ദിവസം എനിക്ക് അവർക്ക് ഇഷ്ടമുള്ള രീതിക്ക് നമുക്ക് കാര്യം. പക്ഷേ ദീപാവലി പ്രമാണിച്ച് കുറച്ച് ഗിഫ്റ്റ് കഴിക്കും. എനിക്ക് ഓഫീസിൽ കൊണ്ടുപോകാറുള്ള പോലെ എനിക്ക് കിട്ടുന്ന ഓഫീസിൽ കൊണ്ടുപോകാൻ വേണ്ടിയിട്ടാണ്. ടിഫിൻ ബോക്സ് ആയിരിക്കില്ല, വേറെ എന്താണ്? എല്ലായിടത്തും ചെല്ലുമ്പോഴും തന്നെ ആയിരിക്കും. പണ്ട് അപ്പോളെല്ലാം ഉണ്ടായിരുന്നപ്പോ ഫ്രഷോട് ഫ്രഷ്. പണ്ട് അപ്പോളെല്ലാം ഉണ്ടായിരുന്നപ്പോ കുക്കറെല്ലാം നമ്മളിപ്പോഴും ഫുഡ് ഉണ്ടാക്കാൻ ഉപയോഗിക്കുന്നത്. മെൽട്ടൺ കമ്പനിയുടെ പാത്രമൊക്കെ അവര് സാധനം ലോക്കലൊന്നും അല്ല കേട്ടോ. ക്യാഷ് ആയിട്ടൊന്നും ഇല്ലടി. ക്യാഷ് നമ്മളിപ്പോ കേറുന്നതല്ലേ ഉള്ളൂ. എല്ലാ സ്ഥലത്തും ഇത് തന്നെയാണല്ലോ അവസ്ഥ. എവിടെ കയറിയാലും ഡ്യൂട്ടി ചെയ്ത് കഴിയുമ്പോൾ 6 മാസം വർഷമൊക്കെ കഴിഞ്ഞിട്ടുണ്ടായിരുന്നെങ്കിൽ ബോണസ് ഒക്കെ ആയിട്ട് കിട്ടുന്നത്. നമ്മളിപ്പോ ജസ്റ്റ് കയറിയിട്ടില്ലല്ലോ. 7 മാസമൊക്കെ ഒരു വർഷമെങ്കിലും അറ്റ്ലീസ്റ്റ് ആയി കഴിഞ്ഞാൽ ബോണസ് ഒക്കെ ബോണസ് ഒന്നുമില്ല. പകരത്തിന് 2 പാത്രം വെച്ചെങ്കിലും കിട്ടിയല്ലോ എന്ന് പറഞ്ഞു. ഇതൊന്നും എനിക്ക് വേണ്ട. ഇതെന്ത് കളറായിരുന്നു? മറ്റേ ബാർബി ഡോളിന്റെ ഇത് കുപ്പിയല്ല, ഇത് വെള്ളം ഇതായിട്ട് നിൽക്കുന്നില്ല. പണ്ട് എനിക്കൊരു അബദ്ധം പറ്റിയതാ. ഞാൻ ഫ്ലാസ്ക് വന്നിടത്ത് എടുത്തിട്ട് കഴിഞ്ഞിട്ട് ലാസ്റ്റ് വന്നപ്പോ കുപ്പി. പിന്നെ പ്ലാസ്റ്റിക് കുപ്പി കുടിക്കരുതെന്നല്ല പറയുന്നത്. എന്നാണെങ്കിലും പോയിട്ട് സമ്മാനം കിട്ടി പോകുന്നു. ദീപാവലി കാശൊന്നും കിട്ടിയില്ലല്ലോ, അറ്റ്ലീസ്റ്റ് ഇതെങ്കിലും കിട്ടിയല്ലോ എന്ന് പറഞ്ഞു. പണമല്ല, ക്യാഷ് കിട്ടിയിട്ടുണ്ടെങ്കിൽ നമ്മൾ ചിലവായി കളയും. ഇത് നമുക്കൊരു സ്മരണയാണ് പിതാവേ എന്ന് പറഞ്ഞിട്ട് വെക്കാറ്. പിന്നെ ഇതെല്ലാം കൂട്ടി അവർക്കൊരു 1000 രൂപയിലേക്ക് അഡ്ജസ്റ്റ് തന്നോണ്ടായിരുന്നു. അല്ല ഇനിയിപ്പം ചോറൊക്കെ കൊണ്ടുപോകുന്ന ഇനിയിപ്പം ഇവിടെ ഉള്ളതെടുത്ത് കഴിക്കാം. അല്ലാണ്ട് ഇപ്പം എന്നാ ചെയ്യണം? പെട്ടി എന്നാ പറയുന്നത് പാത്രത്തിൽ കെട്ടിക്കൂട്ടി കൊണ്ടുപോയതാ ചോറും കറിയൊക്കെ. രാത്രി അവിടെ ചെല്ലുമ്പോൾ കഴിക്കാനൊക്കെ ഈ ഉപകാരമൊന്നുമില്ല. വീട്ടിൽ കഴിക്കാൻ വരണ പരിപാടി. അല്ലെങ്കിൽ പിന്നെ പുറത്തു പോയാലോ ദീപാവലിയുടെ നൈറ്റ് റൈഡ് വഴി. ഇവിടെ ദീപാവലിയുടെ സെറ്റപ്പ് കാണാമായിരിക്കും. പിള്ളേരൊക്കെ എന്ത് ചെയ്യും? പടക്കമായിട്ട് കറങ്ങാറുണ്ട്. നാളത്തെ കഴിഞ്ഞാണെങ്കിലും പറ്റത്തില്ല. ഇന്ന് കൊണ്ടുവരാം പോകാന്ന് പറഞ്ഞപ്പോഴേ റെഡി ആയല്ലോ. അത് ശരിയാ. ശനി ഞായർ തിങ്കള് എനിക്ക് മാത്രമാണ് ലീവ് ഇല്ലാത്തുള്ളൂ. സ്കൂട്ടി കൊണ്ട് അത് ശരി. ഞാൻ കുട്ടീനെ വീട്ടിൽ വിട്ടേച്ചിട്ട് നമ്മള് കറങ്ങി നടക്കാന്ന് പറയും. പിന്നെ ഇനി അത് പറഞ്ഞാ മതിയല്ലോ. അത് ശരി. അപ്പൊ ഞങ്ങള് പുറത്ത് പോവാണ്. എങ്ങോട്ടാ പോകുന്നതൊന്നും പ്ലാനൊന്നും ചെയ്തിട്ടില്ല. വെറുതെ വണ്ടി എടുത്ത് പോവുക. അപ്പൊ നമുക്ക് പോയിട്ടുള്ള വാർത്തകൾ കാണാം. പോകുന്ന വഴിക്ക് ദീപാവലി പ്രമാണിച്ച് ഡെക്കറേഷൻസ് ഒക്കെ ഉണ്ടായിരുന്നു കേട്ടോ. ശരിക്കും പറഞ്ഞാൽ അതിലേ വരണമായിരുന്നു. മുറ്റത്തൊരു ഭംഗിയാണ്. എന്താണ് ഇവിടെ
കടത്ത് കിടക്കും. ചില മുതലാളിമാർ കടത്തിലും കിടക്കും. അങ്ങനെ കിടക്കുന്നവരാണ്. കടല 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 ഉണ്ട്. തീയേട്ട ഗൂഗിൾ പേ ഉണ്ടടി. മറത്തു വരും. മീൻ കഴിയുന്നത് കണ്ണു കെട്ടി കളിക്കുന്നുണ്ടോ? എല്ലാവരും സ്ട്രെസ് എന്നൊക്കെ പറയാൻ സാധനമൊക്കെ പലപ്പോഴും അല്ലേ, വർക്ക് പ്രഷർ എന്നൊക്കെ പറഞ്ഞ് നമ്മളിങ്ങനെ വീട്ടിൽ കുത്തിയിരിക്കാതെ എന്തോരം വലുതായാലും ഫ്ലൈറ്റ് വരുമ്പോഴത്തേക്കും വലുതാണെങ്കിൽ ഫ്ലൈറ്റ് വന്നു കഴിയുമ്പോൾ മുകളിലേക്ക് നോക്കില്ലെങ്കിൽ നമ്മളെ 1K സെലിബ്രേറ്റ് ചെയ്യാൻ വേണ്ടിട്ട് നമ്മൾ വന്ന ബീച്ച്. സെലിബ്രേറ്റ് ചെയ്ത ബീച്ചാണ്. ഇപ്പോഴും റിലാക്സ് ആയിട്ടുള്ള ഒരു സ്ഥലം അല്ലേ കടലെന്ന് പറയുന്നത്. നമ്മളെ വർക്ക് പ്രഷർ കാര്യങ്ങളെല്ലാം മാറ്റി നമ്മൾ കുറച്ചേരം നോക്കിയിരിക്കുന്നത് പകുതി സ്ട്രെസ്സാണ്. കട്ടിങ് കേട്ടോ ഇതിന്റെ താഴെ വരുന്നേ. ഇത്രയും അത്രയും നമുക്ക് നമ്മള് മനസ്സിലാകത്തില്ല, പക്ഷെ ഇവിടെ ഭയങ്കര കട്ടിങ് വീഴും. പോണ്ട ശരിക്കും നല്ല തിരയുള്ളതാണ്. കാരണം അവരാരും ഇങ്ങനെ ഇറങ്ങുന്ന ഒരു ബീച്ചല്ല. കുടുംബം മുഴുവൻ പോകുന്നുണ്ട്. ഷോർട്ട് ഫിലിമാണ്. ഷോർട്ട് ഫിലിം ഒന്നുമില്ല. പിന്നെ സേവ് ഡേറ്റ് ചെറുക്കനില്ലാതെ മറ്റേ എന്താ ബ്രൈഡ് ഷവറോ ഒറ്റയ്ക്കല്ലേ ബ്രൈഡ് ഷവർ ഒറ്റയ്ക്ക് ബ്രൈഡ് ഷവർ ചെയ്തില്ല. സെലിബ്രേഷൻ ആണെന്ന് തോന്നുന്നു കേട്ടോ. കുറെ പേരുണ്ട്. എല്ലാവർക്കും അതിൻ്റെതായ ഹാപ്പിനെസ് അല്ലേ. അതല്ല ലൈഫ് എന്ന് പറയുന്നത് ചെറിയൊരു ഷോർട്ട് പീരീഡ്. മാക്സിമം നമ്മൾ അടിച്ചു കളിക്കുക. ഐസ്ക്രീം കഴിച്ചാലോ? ഐസ്ക്രീം കട അവിടെ ഉണ്ട് തൊട്ടടുത്തുണ്ട്. ഐസ്ക്രീം മേടിച്ചിട്ട് വാ. ബട്ടർ സ്കോച്ച് ഇല്ലായിരുന്നോ? കുഴപ്പമില്ല. മാംഗോ ബാർ എനിക്ക് ഇഷ്ടമുള്ള സാധനം. പ്രതീക്ഷിക്കാത്തൊരു ഔട്ടിങ് ആയിരുന്നു അല്ലേ. അപ്പൊ ബീച്ച്, ഐസ്ക്രീം, നൈറ്റ് ഡ്രൈവ്, നല്ല കോമ്പിനേഷൻ എന്നൊക്കെ പറഞ്ഞവരല്ലേ. കട്ടൻ ചായ. അപ്പൊ ഇത്രയേ ഉള്ളൂ. അപ്പൊ അടുത്ത വീഡിയോയിൽ കാണുന്നവരേക്കും ബൈ.